ഇത് മോനെ ഒരു രക്ഷയില്ല സാധനം ഇടും. നോക്ക് ഇത് എന്താ നോക്ക്, പൊളി. ഫോൺ വിളിച്ചോടുന്ന സ്ഥലം കേട്ടോ ഇത്. ഫോൺ വിളിക്കുന്നത് എസ്റ്റിട്ട് പോത്ത് പോലെ നമ്മുടെ ഹലോ മച്ചാന്മാരെ, എൻ്റെ പേര് ജിഷ്ണു. സീസൺ പ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ ഇടാൻ വേണ്ടി പോകണ്ട. അപ്പം തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമാണ്. തൊണ്ടവേദന എടുക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ആ തണുപ്പ് അടിച്ചടിച്ച് തണുപ്പ് വെള്ളം കുടിച്ചാണ് തൊണ്ടയിലെടുത്ത് തുടങ്ങി. സൗണ്ട് ചെറിയ വിഷയമുണ്ട് കേട്ടോ. അപ്പം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നോക്കി ഭയങ്കര മ്യൂസിക് കേട്ട് നൈസായിട്ട് അങ്ങ് പാട്ടാ. പിന്നെ നേരെ വെളുത്ത് വരുന്നുള്ളൂ. നമ്മൾ സൈക്കിള് ഇവിടെ അല്ലാട്ടോ വെച്ചാക്കണേ, സൈക്കിൾ അപ്പുറം വെച്ചാക്കണേ. ഇവിടെ സൈക്കിൾ മാറ്റി വയ്ക്കാൻ സെക്യൂരിറ്റി പറഞ്ഞു. അതുകൊണ്ട് സൈക്കിൾ മാറ്റി വെച്ചേക്കാണ്. നമുക്ക് സൈക്കിൾ എടുത്ത് പോയിട്ട് കാണാട്ടാ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് യാത്ര തുടങ്ങുമല്ലേ. ഉണ്ടേട്ടാ, ഇതാണ് സൈക്കിൾ വെച്ചാൽ ഷെഡ്. ഇതിനകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ സൈക്കിൾ കേട്ടോ. അവിടെ ജമ്പ് റൂട്ട് ഇരിക്കണേ. ഇതാണ് നമ്മുടെ ജമ്പ് റൂട്ട്. ഇവിടെ ഇരിപ്പുണ്ട് ചെറുക്കൻ നൈസായിട്ട് പുറത്ത് വെച്ചാൽ ഓടിച്ചിട്ട് വരാം. പെട്ടെന്ന് സമയമില്ല. നേരം വെളുത്ത് തുറന്ന് വേഗം പോയിട്ട് വരാം. സൈക്കിൾ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ സൈക്കിൾ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഇനി ഹെൽമെറ്റിൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം എടുക്കാൻ. ചങ്കിലും ഇവിടെ മറ്റുണ്ട് ഹോൾഡറായിട്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് ക്യാമറ സെറ്റ് ചെയ്യട്ടെ. അത് ഞാൻ കാണാം കേട്ടോ. സൈക്കിൾ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. നെസ്സായിട്ടങ്ങ് പോയിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വരാം. സൈക്കിൾ എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാമറ വെളിയിൽ ഇറങ്ങിയിട്ട് റോഡ് ഇറങ്ങി കാണിക്കാം. നേരം വെളുത്ത് വരുന്നുള്ളൂ. അതൊക്കെ ഏത് റൂട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനാണ്. വന്ന റൂട്ട് തന്നെ പോകണോ വേറൊരു റൂട്ട് പോകണോ? അതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിച്ചു വരാം. സൈക്കിളിൽ എയറൊക്കെ അടിച്ച് പൊടിയൊക്കെ തട്ടി കുട്ടപ്പന വെക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിള് ഒരു രക്ഷയില്ല. പട്ടൻ ചാടല്ലളിയാ. രക്ഷയില്ലാത്ത ഇങ്ങോട്ട് കേട്ടോ. മാസ്ക് മാറ്റാൻ പറ്റത്തില്ല. മാസ്ക് മാറ്റി ഞാൻ CID പിടിച്ച് അപ്പം തന്നെ ഫൈൻ അടിച്ച് തരും. നമ്മുടെ കൂട്ടുകാരന് ഫൈൻ അടിച്ച് കൊടുത്തായിരുന്നു. അതുകൊണ്ട് മാസ്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലോട്ടാണ് പിടിച്ചേക്കണേ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് സ്പീഡ് ചവിട്ടി പോകട്ടോ. പയ്യ ഫുട്പാത്തിലൂടെ കയറാൻ നോക്കും. ഇതാട്ടോ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, ഹോട്ടല്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. പിന്നെ വെള്ളിയാഴ്ച ആയിട്ട് തുറന്നു വരുന്നുള്ളൂ എല്ലാ സംഭവങ്ങളും. ട്രാഫിക്കൊന്നും അധികമായിട്ടില്ല. ഇതേ കിടക്കുന്നുള്ളൂ. അതൊക്കെ വന്ന റൂട്ട് പോവാതെ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ റൂട്ട് തന്നെയാണ്. വന്ന റൂട്ട് അതേക്ക് വളഞ്ഞിരിഞ്ഞ് പോവാം. നമുക്ക് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ട്. അതിൻ്റെ അടുത്തോടെ പോകാം. അപ്പോൾ സൂര്യൻ ഇതെവിടെ ഉദിച്ച് വരുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ അതുപോലെ കണ്ടിട്ട് പോകാം. ഒക്കെ കുറച്ച് പൊങ്ങിച്ചാടി കളിക്കാം. ടും ടും. രസം. ഈ കാണുന്നുണ്ടോ, ഇതാണ് പണ്ട് നമ്മൾ ഫോൺ വിളിച്ചോണ്ടിരുന്ന സ്ഥലം കേട്ടോ. ഇത് ഫോൺ വിളിക്കുന്നത് STD ബൂത്ത് പോലെ, നമ്മുടെ നാട്ടിൽ STD ബൂത്ത് പോലെ സ്ഥലമായിരുന്നു. പണ്ട് നമ്മൾ ഫോൺ വിളിച്ചോണ്ടിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓരോരുത്തരുടെ നാട്ടിലേക്ക് വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എല്ലാവരെയും സ്മാർട്ട് ഫോണും ഒക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ അത് യൂസ് ചെയ്യുന്നില്ല. പണ്ട് ഇവിടെ ക്യൂ ആയിരിക്കും ഫോൺ വിളിക്കാനൊക്കെ ആയിട്ട്, നാട്ടിലേക്ക് വിളിക്കാനൊക്കെ ആയിട്ട്. ഇതൊക്കെ ക്യാമ്പുകളാട്ടോ. ഫുള്ള് ക്യാമ്പുകളാണ്. കണ്ടില്ലേ, ഇത് ക്യാമ്പാണ്. ഞങ്ങളുടെ ക്യാമ്പ് ഈ കാണുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഇപ്പോൾ താഴെ പോയാൽ ഇത് ക്യാമ്പിലേക്കുള്ള ബസ്സുകൾ നടക്കുന്നത് കേട്ടോ.
അധികം തിരക്കൊന്നുമില്ല. എല്ലാവരും നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. വെള്ളിയാഴ്ച ദിവസം കൊണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാനും മാർക്കറ്റിലേക്കൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് ഹൈപ്പർ മാർക്കറ്റ്, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. ഓപ്പണായില്ല, ഓപ്പണായി വരുന്നുള്ളൂ. ഇതാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. നമ്മളെന്തായത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ കേട്ടോ. ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഗ്രൗണ്ട് എവിടെയായിരുന്നു. ഇത് മെയിൻ ഹൈവേ കേട്ടോ. ഇതിൻ്റെ അകത്തോടെ സൈക്കിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇതെല്ലാം എങ്ങോട്ട് പോവാം, അവിടെ എത്തിയിട്ട് അങ്ങ് ഇറങ്ങാം നമുക്ക്. കഴിഞ്ഞ ദിവസം വല്ല മണ്ണി പൂണ്ടല്ലേ. ഇത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ് കേട്ടോ. ദുബായ് മുനിസിപ്പാലിറ്റി ഓഫീസാണ്. ഇതൊക്കെ ഓരോ അറബികൾ താമസിച്ചിരുന്ന വില്ലകളാട്ടോ. ഇതിപ്പോൾ പഴയതായി. ഇവിടെ ഫുട്പാത്ത് ഒന്നുമില്ല. ഫുട്പാത്ത് ഉണ്ടാകും ഇതിൻ്റെ കയറ്റിങ് ഓടിക്കാറുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. സിഗ്നൽ ഓണായി കിടപ്പുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് പോയാലോ? സിമ്പിളായിട്ട് കിടന്നു. ഏത് വഴിക്കാണ് പോകണമെന്ന് ഒരു പിടിപെടില്ല കേട്ടോ. ഒരു ഫ്ലൈറ്റിലായിട്ട് പോകണം കേട്ടോ. ദുബായ് എയർപോർട്ട് വേണ്ടി അടുത്തായിട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഓരോ അറബികൾ നമുക്ക് വില്ലകൾ കേട്ടോ. എന്നാ നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. ബംഗ്ലാവ്, ഒറ്റ ബംഗ്ലാവ് അല്ലേ. അയ്യോ നോക്ക്, നല്ലപോലെ കഥക്കുണ്ട്. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്നാ വലിയ വില്ലല്ലേ. ഇതേ പോട്ട് ഫ്ലൈറ്റ്. ഇത് അറബികളൊക്കെ ഇടയ്ക്ക് ട്രിപ്പിന് വേണ്ടി പോകുന്ന ഇതാട്ടോ ബോട്ട്. എന്തായാലും ഇവർ എൻജോയ് ചെയ്യണം ലൈഫ്. ഇവിടെ കിടന്ന് നമ്മളിവിടെ കിടന്ന് പൈസയ്ക്ക് വേണ്ടി എൻജോയ് ചെയ്യും. നല്ല സ്ഥലം കേട്ടോ. പൈസ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തും കാണിക്കാം. നമുക്ക് പൈസ ഉള്ളതുകൊണ്ട് വീട്ടിലെ ലോൺ അടയ്ക്കാം. എല്ലായിടത്തും ഒരേ ചിലപ്പോട്ടോ ഒരേ മോഡൽ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള വീടുകളൊക്കെയാണ്. നമ്മൾ അപ്പോൾ ദുബായ് എയർപോർട്ടിന് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ജീപ്പ്, ലാൻഡ് റോവർ, പഴയ മോഡൽ കിടപ്പുണ്ട്, പുതിയ മോഡൽ കിടപ്പുണ്ട്. ഇത് മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം ഇടും. നോക്കിയത് എന്താ നോക്ക്, പൊളി.
സംഭവം ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളുണ്ട് ഇവിടെ. ഇവർ അറബിയുള്ളതിൽ ഒരുപാട് ഇതുപോലത്തെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. പഴയ വണ്ടിയൊക്കെ കൂടി സെലക്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ഒരുപാട് വണ്ടിയുണ്ട് ഇവരെ. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എവിടെയോ എത്തി. എവിടെയായിട്ടാണ്, ആ ഭാഗത്തായിട്ടാണ് ദുബായ് എയർപോർട്ടുള്ളത്. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എണീറ്റ് വരെ ഭയങ്കര മടിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. അതാണ് എന്നിട്ട് വരാൻ മടിയാണ്. എണീറ്റ് കഴിഞ്ഞാൽ ഉറക്കം പോവുക. പിന്നെ സൈക്കിൾ ഓട്ടാൻ പോകണമല്ലോ എന്നോർത്താണ് പിന്നെ നമ്മൾ വീണ്ടും എണീറ്റ് വന്നത്. എണീറ്റ് വന്നു കഴിഞ്ഞപ്പം സൈക്കിൾ എടുത്തു കഴിഞ്ഞപ്പം പിന്നെ നല്ല ഓളായി. പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന അറിയില്ല. അച്ഛാ വേറെ നമ്മളിത് ഇത് ദുബായ് എയർപോർട്ടിൻ്റെ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ വഴിക്ക് പോകാം. കുറച്ച് ദൂരം പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പിന്നെ പോലീസ് പണി പാടും. അതെ, നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടേ, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ചവിട്ടാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എങ്ങാനും CID പോലീസോ അങ്ങനെ പിടിച്ച് ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ പൈസ ഇല്ലല്ലോ. ചുമ്മാ ഇതിൻ്റെ പൈസ കൊണ്ട് പോലീസുകാർക്ക് കൊടുക്കണേ. സേഫ്റ്റി ഉള്ളപ്പോൾ പിന്നെ നമുക്ക് അത് ഇട്ടിട്ട് പോയല്ലോ നല്ലത്. അങ്ങനെ എടുത്തിട്ടുണ്ടേ. നമുക്ക് ഈ വഴി പോയിട്ട് വരാം കേട്ടോ. നല്ല രസമുണ്ടോ ഇങ്ങനെ ഓരോ ഡെക്കറേറ്റ് ചെയ്ത് റോഡുകൾ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ദുബായ് അല്ല ഷാർജയിലേക്ക് വന്ന റോഡാട്ടോ. ഇവിടുത്തെ ലെഫ്റ്റ് ദുബായ്. അത് താഴേക്ക് ഇറങ്ങി പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അവിടെ സൈക്കിളോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദുബായ് എയർപോർട്ട് കാണിച്ചു തരാം. മറ്റേ നമ്മൾ വണ്ടി ഇരുന്ന് ഇങ്ങനെ പോയല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ഗോപ്രയിൽ എടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതാണ് മെയിൻ സിഗ്നൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കേട്ടോ ഇവിടുത്തെ ബസ്. നമ്മുടെ നാട്ടിൽ കുഞ്ഞാവനെ പോലെ ഉണ്ട്. ഫ്ലൈറ്റ് പൊങ്ങണുണ്ടോ? ടേക്ക് ഓഫ് ഓറും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്താണ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട്. പൊന്നു മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ദുബായിലൂടെ ഫസ്റ്റ് റൈഡ് സൈക്കിളും കൊണ്ടാണ്. ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് കാണില്ല. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ സൈക്കിളോട്ട് ഇങ്ങനെ പോകും. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അത് സാധിച്ചു. ദുബായിലൂടെ ലൈസൻസ് എടുത്ത കാറൊന്നും ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഓടിക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുമെന്ന്. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. എന്നോടെങ്കിലും സൈക്കിൾ ഓട്ടുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വിചാരിച്ചപ്പോൾ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതും പണിയാവുന്നു. നെഗറ്റീവ് അടിക്കില്ല, പോസിറ്റീവ്. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ദുബായിലൂടെ സൈക്കിളും ചെയ്യണം. ഇനി വരുന്നേരത്തേക്കെങ്കിലും ചേഞ്ച് ചെയ്ത് വരണം. വരെ നമ്മൾ സൈക്കിളോട്ടി ദുബായ് എയർപോർട്ട് അടുത്തൊരു വന്നു. ഇതേ കാണുന്നതാണ് ദുബായ് എയർപോർട്ട് കേട്ടോ. അത് ഞാൻ വന്ന് ഇപ്പുറത്തെ വഴിക്കായി അപ്പുറത്തെ വഴിക്കാണ് കുറച്ചുകൂടെ അടുത്ത് കാണുന്നത്. ഇതേ കാണുന്ന ദുബായ് എയർപോർട്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ അടുത്തേക്ക് പോയായിരുന്നല്ലേ അച്ചാറ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സീബ്ര ലൈൻ ഇല്ല. ഇന്ന് യൂട്ടേൺ അടിച്ച് വരണമെങ്കിൽ അങ്ങേ അറ്റത്ത് പോകേണ്ടി വരും. അവിടെ ക്രോസ് ചെയ്യാനുള്ള സ്ഥലമില്ല. തിരിച്ച് പോയിട്ടത് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വരേണ്ടി വരും. നമുക്ക് വരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകാം. നിങ്ങൾക്ക് അടുത്ത ആഴ്ച അപ്പുറത്തെ സൈഡ് വന്നിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി അടുത്തായി. തിരിച്ചു പോട്ടോ. ബൈക്കൊണ്ടൊക്കെ പോണവർക്ക് അച്ഛവരെ വന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് എത്താറായി. അപ്പോഴാണ് നമ്മളൊരു കളി കണ്ടത്. ക്രിക്കറ്റ് കളി കണ്ടോ? വെള്ളിയാഴ്ച ദിവസം ഇവിടെ ടൂർണമെൻ്റ് ഉണ്ട്. ഇവിടെ കളിച്ചുകൊണ്ട് കിടപ്പുണ്ട് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ച ദിവസം ഇവിടെ കളി ഉണ്ടാവും കേട്ടോ. ക്രിക്കറ്റ് കളി എല്ലാ വെള്ളിയാഴ്ച ദിവസം ഉണ്ടാവും. ടൂർണമെൻ്റൊക്കെ ഉണ്ടാവും. സൈക്കിളായിട്ട് വന്നു കേട്ടോ. ഓപ്പോസിറ്റ് റൂട്ടായിരുന്നു. ഇനി പോലീസ് ഉണ്ടാവും അറിയാൻ പറ്റാം. തിരിച്ചെളുപ്പമാണ്.
നല്ല വെയിലുണ്ട് കേട്ടോ. സൂര്യൻ ശരിക്കും നേരത്തെ ഉദിച്ചു വന്നു. ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഇന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. മൊത്തം ഒറ്റ സ്ട്രൈറ്റ് അല്ല കേട്ടോ, അങ്ങനെ ചുറ്റിക്കറങ്ങി തിരിച്ച് റിട്ടേൺ കൂടെ കൂട്ടിയിട്ടാണ് 10 കിലോമീറ്റർ പറഞ്ഞ്. ഒത്തിരി ദൂരം പോകാൻ പറ്റത്തില്ല സൈക്കിൾ കൊണ്ട്. പിന്നെ ഒത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ യൂ ടേൺ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മൾ എയർപോർട്ടിന് അവിടെ വെച്ച് നമ്മൾ തിരിച്ചു പോകുന്നത്. അവിടെ നമുക്ക് യൂ ടേൺ അടിക്കാനുള്ള അല്ലെങ്കിൽ സീബ്ര ലൈനൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് റിസ്ക് എടുക്കാത്തത്. റിസ്ക് എടുത്താൽ റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ ആ റിസ്ക് ഞാൻ എടുത്തില്ല. കാരണം ഞാൻ അവിടെ RT പെട്ടെന്ന് RT അതുകൊണ്ടാണ് നമ്മൾ ആ റിസ്ക് എടുക്കാത്തത്. RT അടുത്ത് വെറുതെ ഫൈൻ മേടിച്ച് സൈക്കിളും RT കൊണ്ടുപോകണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. തിരിച്ച് നമ്മൾ ക്യാമ്പിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് അവിടെ നേരെ അങ്ങോട്ട് പോയത്. നേരെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കുക ചെയ്തത്. നമ്മളങ്ങനെ കറങ്ങി തിരിച്ച് ഇതിലൂടെ കറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന വഴിക്ക് തന്നെ വന്നു. ഞാൻ അപ്പുറത്തോടെ ഇങ്ങനെ കറങ്ങി വരാമെന്ന് ഓർത്തിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആ വഴി വേറെ കൂടെ പോകണം. നമ്മുടെ നാട്ടിലവിടെ ഇതിലൂടെ അങ്ങോട്ട് ചാടി കിടക്കാനോ ഒന്നും പറ്റില്ല. ഇവിടെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് ചാടി കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ അതാണ് അവിടെ പറ്റിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ക്യാമ്പിലേക്ക് പോവാണ്. ഇനി അവിടെ എത്തി കാണാം കേട്ടോ. അച്ചാവരെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തും ഇന്ന് മാച്ചുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്. കളിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുമോ? സൂര്യൻ നല്ല ഉദിച്ച് വന്നേക്കോ. സൂര്യൻ ഉദിച്ച് നേരത്തെ വന്നു, നേരമൊക്കെ വെളുത്തു. വെയിൽ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ ഇതാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. വെള്ളം എടുത്തില്ല, ഹോൾഡ് ചെയ്യാനുള്ള സാധനമുണ്ട്. നമ്മൾ ആ സാധനം മേടിച്ചില്ല, നമ്മൾ മേടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളെ കാണിച്ചത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഓപ്പണാക്കാൻ തുടങ്ങി കേട്ടോ. ഓപ്പണാക്കി തുടങ്ങി. ഇത് അവർ കളിച്ചോണ്ട് കേട്ടോ അവിടെ. ഇനി ചെല്ലുക, പല്ല് കഴിക്കുക, ഫുഡ് കഴിക്കുക, ഒന്നുകൂടെ കിടന്നുറങ്ങുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇത് വൈകുന്നേരം ഡ്യൂട്ടി ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം പേരുണ്ട് ഡ്യൂട്ടി ഇട്ടേക്കും. ഒരു രക്ഷയില്ല. ഒരു ദിവസം ഇങ്ങനെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ കറങ്ങാൻ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം സമ്മതിക്കില്ല. ചാമര നമ്മൾ ക്യാമ്പിനോട് എത്തിയിട്ടോ. നമ്മുടെ ക്യാമ്പിലല്ല സൈക്കിൾ വയ്ക്കുന്നത്, അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ക്യാമ്പ് കേട്ടോ. നമ്മുടെ ക്യാമ്പിൽ സൈക്കിൾ വയ്ക്കാൻ പറ്റില്ല. അവിടെ തൊട്ടപ്പുറത്തെ ക്യാമ്പിലാണ് സൈക്കിൾ വെക്കണം കേട്ടോ. അവിടെ ആകുമ്പോൾ സൈക്കിൾ ഷെഡുണ്ട്, അവിടെ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിട്ട് ഇവിടുത്തെ ലേബർ പവർ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ചായക്കട കേട്ടോ. ഇവിടെ നമ്മൾ ചായയൊക്കെ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ സബ്സ്ക്രൈബർ അവിടെ ഉണ്ട്. നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെ സൈക്കിൾ കൊണ്ട് വെച്ചേക്കാം. ചെറുക്കിന് ഇവിടെ കയറ്റി വെച്ചേക്കാം. അയ്യോ, ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത വെള്ളിയാഴ്ച എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ മച്ചാന്മാരെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ ദുബായ് എയർപോർട്ടിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം അങ്ങ് പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പുറത്തേക്ക് യൂ ടേൺ എടുക്കാനുള്ള ഒരു വഴിയില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പോകാത്ത കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ. വേറെ ചെറുക്കനാട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുക്കനാട് പൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. ആരെടുത്തോണ്ട് പോലും അത് വിചാരിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ സൈക്കിൾ ഇരിപ്പുണ്ട്. തണുപ്പടി തൊണ്ടാനെടുത്തു. ഒരു ചായ കുടിച്ചാലോ? ഒരു ചായ കുടിച്ചിട്ട് നൈസായിട്ട് റൂമിലേക്ക് കയറി പോകാം. അതായിരിക്കും അതിൻ്റെ രസം. ഒരു കുങ്കുമപ്പൂ ഇട്ട ചായ കുടിക്കാം. അയക്കാറുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇട്ട് തരും, ഇല്ലെങ്കിൽ തരത്തില്ല. ഇതാണ് മച്ചന്മാരെ ഞാൻ പറഞ്ഞത്, കുങ്കുമപ്പൂ ഇട്ട ചായ. എന്നത് കുങ്കുമപ്പൂ കിടക്കണുണ്ടോ? ഒരു ചായ കുടിക്കട്ടോ. നൈസായിട്ട് റൂമിലേക്ക് പോകും, ചായ വഴി പോകും.
പിന്നെ റൂമിലത്തെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ചായ കുടിച്ചിട്ട് നൈസായിട്ട് പോകാം കേട്ടോ.